സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ. നമ്മുടെ വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഈ പാട്ട് ശബ്ദമുയർത്തി പാടാം. സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ. പാടിക്കൊണ്ടിരിക്കാം. സുഖമാക്കണേ കർത്താവേ, എന്റെ കുടുംബത്തെ സുഖമാക്കണമേ, എന്നെ സുഖമാക്കണമേ കർത്താവേ, എന്റെ ഇടവകയെ തൊട്ട് സുഖമാക്കണമേ കർത്താവേ, എന്റെ ദേശത്തെ തൊട്ട് സുഖമാക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണ്. നീ തൊട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സൗഖ്യമാവുകയുള്ളൂ. കർത്താവേ, ഞങ്ങളെ തൊടണമേ. നിന്റെ ആത്മാവിന്റെ കരം, നിന്റെ ആണിപ്പാടുള്ള കരം ഞങ്ങളെ തൊടണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പാടാം. ദൈവമേ, ഞങ്ങളെ തൊട്ട് സുഖമാക്കണമേ. തൊട്ട് സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ. ഈ സമയം നമ്മുടെ ഇടവകയില് ഏതാണ്ട് 28ഓളം കുടുംബങ്ങൾ കോവിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. ഈ ഭാരപ്പെടുന്നതായ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളാൽ സുഖമാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, നമ്മുടെ ആ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന വിശ്വസ്തതയുള്ളതാണെങ്കിൽ, വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രിയ മക്കൾക്ക് സൗഖ്യം ലഭിക്കും, ഈ ദേശത്തിന് സൗഖ്യം ലഭിക്കും. നമുക്ക് ചേർന്ന് പാടാം. തൊട്ട് സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്നപ്പോൾ ആ ജനത്തിന്റെ കഷ്ടത കണ്ടവനായിട്ടുള്ള ദൈവം, കരച്ചിൽ കേട്ടവനായിട്ടുള്ള ദൈവം, ആ ദൈവം ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. ജീവിതത്തിന്റെ ഏത് പടുക്കുഴിയിലായാലും ഏത് പ്രയാസങ്ങളിലായാലും വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമുക്ക് ആ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അടുത്തു വരാം. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. നമുക്കറിയാവുന്ന പാട്ടാണല്ലോ, ചേർന്ന് പാടാം. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ശബ്ദമുയർത്തി നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന്, നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ശബ്ദമുയർത്തി പാടാം. നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ലോകത്തുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു പോയാലും, ലോകത്തുള്ള ആരെല്ലാം വാതിലുകൾ അടച്ചാലും, ഏതെല്ലാം വാതിലുകൾ നമുക്ക് മുമ്പിൽ കുട്ടിയടച്ചാലും തുറക്കപ്പെടുന്ന ഒരു വാതിലുണ്ട്. ആ വാതിലാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ആ ദൈവം നമ്മുടെ യാചന കേൾക്കും. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ കർത്താവേ, കുട്ടിയടക്കപ്പെട്ടതായ ഞങ്ങളുടെ വാതിലുകളൊക്കെ തുറക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. നമുക്ക് ചേർന്ന് പാടാം.
നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവരാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചതിൽ നിന്ന് എത്രയോ വലുതായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ നന്മ എത്ര വലുതാണ്. ആ ദൈവത്തിന് പലപ്പോഴും നമ്മൾ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കർത്താവേ, ആ കുറവ് ഞങ്ങളോട് ഓർക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ചെയ്ത നന്മകൾ, യേശു എത്ര മതിയായവനാണ്. നമ്മൾ തകർന്നുപോയ സ്ഥാനങ്ങളിൽ, നമ്മൾ തളർന്നുപോയ സ്ഥാനങ്ങളിൽ, എല്ലാവരും നമ്മളെ പരിഹസിച്ച സമയങ്ങളിൽ, ആരും നമ്മളുടെ കൂടെ ഇല്ലാത്തതായ സമയങ്ങളിൽ മതിയായവനായി, സങ്കേതമുള്ളവനായി, നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരുന്നവനായിട്ടുള്ള ആ ദൈവത്തെ നമുക്ക് ചേർന്ന് നന്ദി അർപ്പിക്കാം. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം നാം രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ മന പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. എത്രയോ നന്മകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, എത്രയോ സന്തോഷങ്ങളാണ് നമുക്ക് നൽകിയത്. പലരും നമ്മളെ നോക്കി എന്ത് സഹിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെട്ട സ്ഥാനത്ത് കർത്താവിന്റെ സ്നേഹത്താൽ നമ്മൾ സന്തോഷവാനായി തീരുന്നു. ആ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ആ ദൈവത്തിനോട് നമുക്ക് ചേർന്ന് വരാം. നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കും. എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? ഒരു ദൈവവേദൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിന്റെ പ്രതികൂലമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കർത്താവ് ചോദിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കുരിശിന്റെ അനുഭവമാണ് നൽകിയത്. പലപ്പോഴും ഈ അനുഭവങ്ങൾ എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കും. നാം ഓർക്കേണ്ടതായ ഒരു സത്യമുണ്ട്. കുരിശില്ലാതെ ഒരു കിരീടങ്ങളും നമുക്കില്ല. സഹനങ്ങളില്ലാതെ ഒരു സമ്മാനങ്ങളും നമുക്ക് ഇല്ല. കുരിശിന്റെ വഴി കഠിനമായ വഴിയാണ്. ആ വഴിയെ പോകുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇന്ന് ഈ ആരാധനയിൽ, ഈ സഖ്യം മീറ്റിംഗിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ കുരിശിന്റെ അനുഭവങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ സഹനങ്ങളിൽ ദൈവം ഒരുക്കി വെച്ചതായ സമ്മാനം അത് വളരെ വലുതാണ്. ആ സമ്മാനം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ കണ്ടെത്താൻ പ്രയാസമാണ്. ഒരു മുട്ടയിൽ ആടുന്ന ഒരു മയിലിനെ ദൈവം തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിത്തിൽ മനോഹരമായ ഒരു വൃക്ഷം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കളിമണ്ണിൽ മനോഹരമായ
ഒരു പാത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നതായ സഹനങ്ങളുടെ മധ്യത്തിലൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളെ കർത്താവെ ഞങ്ങളുടെ ആരാധനയിലൂടെ, ഞങ്ങളുടെ ദൈവജനത്തിലൂടെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എരുതിയിൽ വീണാലും സിംഹത്തിന്റെ കുഴിയിൽ വീണാലും അവൻ നമ്മളെ കാത്ത് രക്ഷിക്കുന്നവനാണ്. ഒരു ഭക്തൻ എപ്പോഴും വീഴുന്നത് സിംഹത്തിന്റെ കുഴിയിലായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദൽ ആത്മാർത്ഥതയോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സിംഹക്കുഴിയിലായിരിക്കും വീഴുന്നത്. ശത്രുക്കൾ പരിഹസിക്കുവാനായിട്ട് നോക്കിയിരിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിനൊരു പരിഹാരമുണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിനൊരു പരിഹാരമുണ്ട്. ശത്രുക്കൾ പരിഹസിക്കുമ്പോൾ ദൈവമേ, ദൈവത്തിന്റെ പരിഹാരം ഞങ്ങൾക്ക് ഇന്ന് അനുഭവിപ്പാനായിട്ട് ദൈവമേ ഈ മീറ്റിംഗിൽ നീ ഇടയാക്കണമേ എന്ന് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. പരീക്ഷകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ മാറിപ്പോകുവാൻ ഇടയാകരുത്. എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞാൽ ആ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട്, ആ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. പരീക്ഷ ദൈവം അനുവദിച്ചാൽ നമുക്കൊരു പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ എരുതിയിൽ വീണാലും നമ്മൾ ഒറ്റയ്ക്കല്ല വീഴുന്നത്. നമ്മൾ കഷ്ടതയിൽ പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. നമ്മൾ വീഴുന്നത് തീയിലല്ല. നമ്മൾ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് ഒരിക്കലും പരാജയങ്ങളിലേക്കല്ല, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്കാണ്. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കേറാം. യേശുവിൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നിത്യനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഈ സഖ്യ മീറ്റിംഗിലേക്ക് ഞങ്ങളുടെ കർത്താവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമായ, ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്നതായ, ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം നൽകുന്നതായ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതായിട്ട് ആ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഇടയാകണം. കർത്താവെ, ഞങ്ങൾ ഇന്ന്
സുഖമാക്കുവാൻ നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചു. കർത്താവെ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ ഒരു മടങ്ങി വരവ് പഴയ കാലങ്ങളിലേക്ക് കർത്താവെ സൗഖ്യത്തോടെ മടങ്ങി വരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിന്നെ പാടി മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് സൗഖ്യം തന്ന അനുഭവങ്ങൾക്ക് സ്തോത്രം പറയുവാൻ ഞങ്ങൾക്ക് ഈ നാളുകൾ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ വർഷത്തെ സഖ്യത്തിന്റെ പരിപാടികൾ മുഴുവൻ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനെ വാഴ്ത്തി നുറുക്കി അനുഗ്രഹിക്കണമേ. കർത്താവ് തൊടുമ്പോൾ അത് 100, 60, 30 മേനി ഫലമേകുന്ന അനുഭവമായിട്ട് തീരുമല്ലോ. കർത്താവെ, അങ്ങനെ ഏറ്റവും ഫലവത്തായ രീതിയിൽ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് കർത്താവെ മഹത്വപ്പെടുവാനിടയാകണമേ. ഞങ്ങളുടെ ആരുടെയും പേരും പെരുമയും ഒന്നും ഉയരുന്നതിനിടയാകല്ലേ കർത്താവെ. കർത്താവെ, നിന്റെ നാമം, ഞങ്ങളുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവമേ ഞങ്ങളുടെ സഖ്യം മീറ്റിങ്ങുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ മൂലം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും ഞങ്ങളെ പരിഹസിക്കുന്നതിനോ ആരും ഞങ്ങളെ കളിയാക്കുന്നതിനോ ഞങ്ങളുടെ ശുശ്രൂഷകൾ നഷ്ടപ്പെടുത്തുന്നതിനോ ഒന്നും ഇടയാകരുത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിലും നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമെന്ന് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നമ്മൾ അനുഗ്രഹീതമായ ഈ സഖ്യ മീറ്റിംഗിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ പാഠഭാഗമായിട്ട് വായിച്ചത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ. ഞാനതിന്റെ സംഭവങ്ങളിലേക്കും പശ്ചാത്തലങ്ങളിലേക്കും ഒന്നും പ്രവേശിക്കുന്നില്ല. എന്നാൽ ഒരു കൊച്ചു കാര്യം ഞാൻ പറയാം. പത്രോസിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഈ വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് അവധിയുള്ള ഒരു ദിവസമാണല്ലോ. ഇന്ന് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ പല ആളുകളും ആശങ്കയുടെ മധ്യത്തിലാണ്. ആശങ്കകൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചാണ്. അത് ശരിയാണ്. കാരണം പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ജോലിക്കായിട്ട് വന്നിരിക്കുകയാണ്. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തെ പുലർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭാവി എങ്ങനെ ആയിരിക്കും? എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം എങ്ങനെയാണ്? എൻ്റെ കുടുംബത്തിന് എങ്ങനെയാണ് ഞാൻ താങ്ങായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്? നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അവരുടെ ചികിത്സകൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് സഹായിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ബിസിനസ് ചെയ്യുന്നവർ അതിന് പണം കിട്ടാതെ, ബിസിനസ് ലഭിക്കാതെ ഒക്കെ അങ്ങനെ 100 പ്രശ്നങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങൾ എന്ന് സ്കൂൾ തുറക്കും എന്നുള്ള ആശങ്കയിൽ അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഈ വേദഭാഗം ഒരു 2-3 ആവർത്തി വായിക്കണം, ധ്യാനിക്കണം. ശാന്തമായിട്ടിരുന്ന് ധ്യാനിക്കുമ്പോൾ ഈ വേദഭാഗത്ത് ഈ കാലഘട്ടത്തിന്റെ ഉത്തരം എനിക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഒരു ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ. ഇവിടെ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുന്നത്, പത്രോസിനെ രാജാവ് ഇരുമ്പ് വാതിലുകൾ വെച്ച് അടച്ചിരിക്കുകയാണ്. പുറത്തു പോകാൻ പറ്റാതെ വണ്ണം വാതിലിന്റെ പുറത്ത് കാവൽക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ കൈകൾ രണ്ടും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഈ മഹാമാരിക്ക് തുല്യമെന്നൊക്കെ പറയാനായിട്ടൊക്കെ സാധിക്കും. പത്രോസ് പോലും അറിയുന്നില്ല. നിങ്ങൾ വായിക്കണം. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കടന്നു പോകുന്ന ജയിലിന്റെ അനുഭവങ്ങളിലൊക്കെ ദൈവം തമ്പുരാൻ ചെയ്ത ഒരുപാട് നന്മകളെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പത്രോസിന്റെ ചങ്ങല തനിയെ താഴെ വീഴുകയാണ്. സ്വർഗീയ ദൂതന്മാര് അടുത്ത് വന്നിട്ട് പത്രോസിനെ വിളിച്ചുണർത്തുകയാണ്. അവനെ ബന്ധിച്ചിരുന്നതായ ചങ്ങലകളിൽ നിന്ന് ഒരു വിടുതൽ നൽകുകയാണ്. അവനെ അടച്ചിട്ടിരിക്കുന്ന ഇരുമ്പ് വാതിലുകൾ തന്നെ തുറക്കുകയാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇത് ജിജു അച്ഛൻ പറയുന്ന കാര്യമല്ല, വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. അടച്ചിട്ടിരിക്കുന്ന ഇരുമ്പ് വാതിൽ തനിയെ തുറക്കുക എന്നുള്ളത് നമുക്കൊരു പക്ഷെ സ്വപ്നമായിരിക്കും. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഈ വാതിൽ തനിയെ തുറക്കുന്നു. ദൂതന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. തുറന്ന് പത്രോസ് പുറത്തേക്ക് പോവുകയാണ്. പത്രോസ് ചെന്ന് കഴിയുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനം ദൈവത്താൽ വിടുതൽ പ്രാപിച്ചതായ ആ ദൈവിക ഭക്തന്റെ ശബ്ദം തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വർഷത്തെ സഖ്യം മീറ്റിങ്ങിലൂടെ
നമ്മളൊക്കെ വിടുതൽ പ്രാപിച്ച് നമ്മളായിരിക്കുന്ന ജോലി സ്ഥാനത്ത്, നമ്മളായിരിക്കുന്ന കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ, നമ്മളായിരിക്കുന്ന ഇടപാടുകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ ശബ്ദം ദൂതൻ തൊട്ട വിടുതൽ പ്രാപിച്ച ശബ്ദമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളുടെ കലവറ തുറന്നു വരും. എങ്ങനെയാണ് ഈ ഒരു അനുഭവത്തിലേക്ക് ഈ ഭക്തൻ പ്രവേശിച്ചതെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഈ സഖ്യ മീറ്റിംഗിന്റെ ഈ വർഷത്തേക്കുള്ള അനുഭവങ്ങളിലേക്ക് നമുക്ക് ഒരു ഉത്തേജനം നൽകുന്ന അനുഭവമായിട്ട് തീരുന്നത്. അത് ചെയ്തത് നിങ്ങൾ വായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അവിടെ കാണാനായിട്ട് സാധിക്കുന്നു, ആ പത്രോസ് ആരാധിച്ചിരുന്ന സമൂഹം, ആ സമൂഹത്തിൽ പത്രോസിന്റെയും കൂട്ടരുടെയും വിടുതലിനായിട്ട് ഇടമുറിയാതെ പ്രാർത്ഥിച്ചു. ഇടമുറിയാതെയുള്ള പ്രാർത്ഥന കാണാനായിട്ട് സാധിക്കുന്നു. കണ്ടിന്യൂസ് പ്രയർ. പ്രിയമുള്ളവരെ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ, ഈ ജയിലിന്റെ തുല്യമായ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ രോഗബാധിതരായിട്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, ഇതൊരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. ഏത് മേഖലകളിലേക്ക് നോക്കിയാലും മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ബാരിയേഴ്സ് വന്ന് നിൽക്കുകയാണ്. യാത്ര ചെയ്യുവാൻ തടസ്സം, ബിസിനസ് ചെയ്യുവാൻ തടസ്സം, ജോലി ചെയ്യുവാൻ തടസ്സം, പഠിക്കുവാൻ തടസ്സം, ചികിത്സയ്ക്ക് പോകുവാനായിട്ട് തടസ്സം, ധാരാളം തടസ്സങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. വർത്തമാന പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ, ഒരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. കണ്ടിന്യൂസ് പ്രയർ. സഭ ഇത് വളരെ ശ്രദ്ധയോടെ കഴിച്ചു പോവുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഇവിടെ ജിബിന് ഓർമ്മിപ്പിച്ചല്ലോ, നമ്മുടെ സഖ്യം പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും, നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മുടെ അടുക്കിലേക്ക് അടുത്ത് വരുമെന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത് ചെന്നില്ല എങ്കിൽ അടുത്ത് വരത്തില്ലെന്ന് അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ അതിനകത്തൊരു റിയാലിറ്റി ഉണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാളുകളിൽ ഇടവിടാതെ, ഇടമുറിയാതെ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭക്തന്റെ വിടുതലിന് ഈ കണ്ടിന്യൂസ് പ്രയർ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഈ കമ്മ്യൂണിറ്റി, ഈ സഭ ചെയ്ത മറ്റൊരു പ്രത്യേകത, നമുക്ക് അനുകരിക്കാൻ പറ്റിയതായ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു മോഡലാണ്. എന്താണ് ആ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകാഗ്രതയോടെയുള്ള പ്രാർത്ഥന, കോൺസെൻട്രേറ്റഡ് പ്രയർ. പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് 100 തടസ്സങ്ങൾ നമുക്കുണ്ടാകുന്നത്. അന്നേരമാണ് നമുക്ക് ഫോൺ വരുന്നത്, അന്നേരമാണ് നമ്മൾ ഗ്യാസ് ഓഫാക്കിയോ നമ്മൾ നോക്കാൻ പോകുന്നത്, അന്നേരമാണ് നമ്മൾ അയൺ ബോക്സ് ഓഫാക്കിയിട്ടുണ്ടോ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്, അന്നേരമാണ് നമ്മുടെ ആളുകൾ ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ഓഫാക്കാനായിട്ട്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലാണോ എന്നുള്ളത് കൃത്യമായി ഒന്ന് വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മരുഭൂമിയിലാണ് ഹാഗാർ നിന്നത്, കൈക്കുഞ്ഞുമായിട്ടാണ്, വെള്ളമില്ല, ചൂടേറിയ അനുഭവങ്ങൾ മധ്യത്തിൽ നിൽക്കുകയാണ്. വശങ്ങളിലേക്ക് നോക്കിയാൽ ചൂട് കാറ്റ്, നിൽക്കുന്ന ഇടം പൊള്ളുകയാണ്, എങ്ങോട്ട് നോക്കിയാലും പ്രയാസം. അവൾ മരുഭൂമിയിൽ നിലവിളിക്കുകയാണ്. അവൾ ഏകാഗ്രതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് അവൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ മധ്യത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ആ മരുഭൂമിയിൽ നീരുറവ ഒരുക്കുകയാണ്. ചരിത്രം പറയുന്നത് ഇന്നും ആ മരുഭൂമിയിലെ നീരുറവ വറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ഇന്ന് പറയട്ടെ, ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളുമൊക്കെ ചേർന്ന് ആരംഭിക്കുകയാണ്. ഇത് ചുമ്മാ ഒരു പ്രഹസനമായിട്ട് എല്ലാവരും നടത്തുന്നു, എന്തിനോ വേണ്ടി നടത്തുന്നു എന്നുള്ളതിനേക്കാൾ ഒരു മുഖം മൂടിയുടെ ശുശ്രൂഷയായി തീരാതെ ആത്മാർത്ഥമായിട്ട്, ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ
ഞാൻ നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പറ്റാത്തതായ ഒരു റിസൾട്ടാണ് നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. നമ്മുടെ ഇടവക 50ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ 50 വർഷത്തിലെ അനുഭവങ്ങളിൽ ഈ വർഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ ഒരിക്കലും പറ്റാത്ത ഉറവയായിട്ട് തീരും, യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്പസമയം 24 മണിക്കൂർ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ ഒരു 10 മിനിറ്റ് ശാന്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, നിനക്ക് ഈ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് നീ കയറണം. ഇത് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ 100 കണക്കിനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ മാത്രമേ നിറവേറുകയുള്ളൂ. വിശുദ്ധനായ അഗസ്തിനോസ് പറയുന്നുണ്ട്, ദൈവമേ, എന്റെ ഇഷ്ടമൊന്നും എന്നിൽ നിറവേറരുത്, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറുവാനായിട്ട് എന്നെ യോഗ്യനാക്കണമേ. അങ്ങനെ ശ്രദ്ധയോടെ യോഗ്യതയുള്ളവരായി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ സഭ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇരുമ്പു ചങ്ങലകളാൽ ബന്ധിച്ചതായ, ഇരുമ്പ് വാതിലുകളാൽ കൊട്ടിയടക്കപ്പെട്ടതായ പത്രോസ് ചങ്ങലകൾ പൊട്ടി ദൂതന്റെ സാന്നിധ്യത്തിൽ പുറത്തേക്ക് വരികയാണ്. അജിത്ത് ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് ഈ മഹാമാരിയാകുന്ന ജയിലിൽ നിന്ന്, ഈ ചങ്ങലകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പിന്നീട് ഈ ഭക്തൻ രക്ഷപ്പെടുന്നതിന്, ഈ അനുഭവത്തിലേക്ക് വരുന്നതിന് ചെയ്തതായ ഒരു കാര്യം, അവിടെയുള്ളതായ കമ്മ്യൂണിറ്റി, ഈ സഭ, സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കമ്മ്യൂണിറ്റി പ്രയർ ഓർക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയർ, കോൺസെൻട്രേറ്റഡ് പ്രയർ ആൻഡ് കമ്മ്യൂണിറ്റി പ്രയർ. എന്താണ് സംഭവിക്കുന്നത്? വലിയ ചങ്ങലകൾ റിലീസ് ആകാനായിട്ട് സാധിക്കും. നോക്കണം, ഇവിടെ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ പത്രോസിനെയും കൂട്ടരെയും ഈ ജയിലിൽ അടച്ചിട്ട് അവന്റെ ശത്രുക്കൾ, രാജാവും കൂട്ടരും പരിഹസിച്ച് ചിരിക്കുകയാണ്. ഇവനിനി രക്ഷപ്പെടുകയില്ല, ഇവനിനി പുറത്തു വരികയില്ല. ഓർക്കുക, ശത്രുക്കളുടെ പരിഹാസത്തിന് ദൈവത്തിന് ഒരു പരിഹാരം ഉണ്ട്. ശത്രുക്കളുടെ പരിഹാസത്തിന് ദൈവത്തിന് ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം ഞാനും നിങ്ങളും ദൈവത്തോട് കഴിക്കുന്ന സംസാരത്തിൽ കൂടിയാണ്. അത് തുടർച്ചയായിട്ട് ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഏകാഗ്രതയോടെ അത് നിർവഹിക്കുകയാണെങ്കിൽ, ഒരുമനപ്പെട്ട് അത് നിർവഹിക്കുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് തീരും. ഒരു മാലയിൽ മുത്തുകൾ കിടക്കുന്നത് ഒന്നൊന്നിനോട് ചേർന്നാണ്. ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവുകയില്ല. ഭയങ്കര കൂട്ടായ്മയുടെ അനുഭവമാണ്. കൂട്ടായ്മയുടെ അനുഭവങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിനകത്ത് പക പാടില്ല, വിദ്വേഷം പാടില്ല, അസൂയ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും ഗുണമുണ്ടാകത്തില്ല. കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ സഹോദരനോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി നിരന്നതിന് ശേഷം വേണം നീ യാഗപീഠത്തിൽ വരാനായിട്ട്. അല്ലാതെ നിന്റെ യാഗപീഠത്തിൽ ഒരു പ്രാർത്ഥനയും, അത് അച്ഛനാണെങ്കിലും മെത്രാച്ചനാണെങ്കിലും പോപ്പാണെങ്കിലും ആരാണെങ്കിലും കേൾക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരുമനപ്പെട്ട്, കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യമുണ്ടാകണമേ, ഞങ്ങളുടെ ഇടവകയ്ക്ക് സൗഖ്യമുണ്ടാകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സൗഖ്യമുണ്ടാകണമേ, ഞങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യമുണ്ടാകണമേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമുക്ക് സൗഖ്യം ലഭിക്കും. എൻ്റെ കുടുംബം എന്നോടൊപ്പം ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, ഞങ്ങൾ ഒരുപാട് ജീവിതത്തിന്റെ കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. ജീവിതത്തില് ഈ ദൈവം ചെയ്ത നന്മകൾക്ക് കണക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഞങ്ങള് ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയതായ സാഹചര്യങ്ങളുടെ മധ്യത്തിലൊക്കെ എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ നിന്ന് പല സമയങ്ങളിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യക്തമായ ഉത്തരം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എൻ്റെ ഇന്നത്തെ ശുശ്രൂഷ എന്ന് ഞാൻ പറയും. ഇന്ന് ഞാൻ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അനേകരുടെ സഭയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് എനിക്ക് പറയുന്നതിനകത്ത് യാതൊരു മടിയുമില്ല. കാരണം ജനുവരി മാസത്തില് കോവിഡ് ബാധിച്ച് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ പള്ളിയിലെ ട്രസ്റ്റി ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ അവന് മെസ്സേജ് ചെയ്തതാണ്, ഏതെങ്കിലും കാരണത്താൽ ഞാൻ മരണപ്പെട്ടു പോയാൽ, കാരണം കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റൽ ICUയിൽ കിടക്കുമ്പോൾ എൻ്റെ സാഹചര്യം അത്തരത്തിലായിരുന്നു. ഏതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടാൽ എന്നെ ക്രിമേറ്റ് ചെയ്ത് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തണമെന്ന് ടൈപ്പ് ചെയ്ത ആളാണ്. എൻ്റെ ബിഷപ്പിനോട് ഞാൻ മെസ്സേജ് എഴുതി പറഞ്ഞു,
ഇവര് എന്റെ ശുശ്രൂഷയൊക്കെ അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. 8 ദിവസം ഞാൻ ക്രിട്ടിക്കൽ ICUവിൽ കിടന്നു. എന്റെ അപ്പുറവും ഇപ്പുറവും കിടന്ന രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. 35 ലക്ഷത്തിലധികം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഞാൻ ഇടമുറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ കുടുംബം മുഴുവൻ കോവിഡ് ബാധിതരായിരുന്നു. അവര് എന്റെ കുഞ്ഞുങ്ങളും ഭാര്യയും വീട്ടിലിരുന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി എന്റെ സഭ, എന്റെ ഇടവക, എന്നെ സ്നേഹിക്കുന്ന ദൈവജനം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങളോടുകൂടി ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് തന്നതായ സൗഖ്യമാണെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾ ഈ കോവിഡ് ബാധിതമായി കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ മാനസികമായി അനുഭവിച്ചതായ പ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടേതല്ലാത്ത ഒരുപാട് പ്രയാസങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. വളരെ പ്രയാസമുണ്ടായപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ശത്രുക്കളുടെ പരിഹാസത്തിന് ദൈവത്തിന് ഒരു പരിഹാരമുണ്ട്. ദൈവത്തിന് ഒരു പരിഹാരമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട അജിത്തച്ഛനെയും എന്നെയും ഈ ഇടവകയിൽ ഈ നാളുകളിലെ ശുശ്രൂഷയിൽ ഈ സമയത്ത് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവമേ, ഞങ്ങളെ കുറിച്ച് ഈ സമയത്ത് ഈ ദേശത്ത് ഉള്ള ശുശ്രൂഷ നിർവഹിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ വലിയ മിടുക്കരല്ല, പക്ഷെ നിന്റെ കഴിവും പ്രാപ്തിയും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, എന്റെ അനുഭവത്തിൽ നിന്ന് പറയണം. ഇന്ന് ഈ ആരാധനയിലും യുവജനങ്ങൾ എല്ലാവരും കുടുംബങ്ങളും മറ്റു ജോലികളൊക്കെയുള്ള ഒരു നല്ല പ്രായത്തിലുള്ള ആളുകളാണല്ലോ സംബന്ധിക്കുന്നത്. ഏതെങ്കിലും പ്രയാസങ്ങളിൽ, ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ പട്ടക്കാരന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. അതിന് OV വിജയന്റെ സാഹിത്യ ഭാഷ ആവശ്യമില്ല, ഷേക്സ്പിയറിന്റെ ലാംഗ്വേജ് ആവശ്യമില്ല. എനിക്കറിയാവുന്ന ഭാഷയിൽ എന്റെ രീതിയിൽ കുടുംബത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ദൈവം ഉത്തരം നൽകും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് അലക്ഷ്യമായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വീഡിയോ ഒക്കെ ഓണാക്കി വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കണം. നമ്മൾ മുമ്പിൽ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? ദൈവത്തിന്റെ മുമ്പിലാണ്. ആ ഒരു റെസ്പെക്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ ഒരുമിച്ചിരുന്ന് സഖ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥന കേൾക്കും. ഈ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിനാണ്. അതാണല്ലോ പാട്ടുകാരൻ പാടിയത്, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. നമ്മുടെ ജീവിതത്തിൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ യാത്ര പോകുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് പാടാൻ പറ്റിയതായ കൊച്ചു വരികളാണല്ലോ, സുഖമാക്കണേ എന്നെ സുഖമാക്കണേ. നമുക്കത് പാടി നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, ഈ വർഷത്തെ ഞങ്ങളുടെ സഖ്യം പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുഴുവനായിട്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ നീ അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഒരുമനപ്പെട്ട് കമ്മ്യൂണിറ്റി ആയിട്ട്, യുവജന സഖ്യം മുഴുവനായിട്ട് ആരും മാറി നിൽക്കാതെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ. ശബ്ദമുയർത്തി ആയിരിക്കുന്ന സ്ഥാനത്ത് ഉറക്കെ നമുക്ക് പാടാം. ആരും നമ്മളെ ശ്രദ്ധിക്കില്ലെങ്കിലും ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ശബ്ദമുയർത്തി നമുക്ക് പാടാം. തൊട്ട് സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, തൊട്ട് എന്റെ കുടുംബത്തെ തൊട്ട് സുഖമാക്കണമേ. കർത്താവേ, എന്റെ ഇടവകയെ തൊട്ട് സുഖമാക്കണമേ. എന്റെ സഭയെ തൊട്ട് സുഖമാക്കണമേ. ഞങ്ങളുടെ ലോകത്തെ തൊട്ട് സുഖമാക്കണമേ. കർത്താവേ, ഈ ദിനങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളില്, ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന എന്റെ മക്കൾക്ക് കോട്ടയായിട്ട് ഭവിക്കണമേ. സുഖമാക്കണേ, സുഖമാക്കണേ യേശുവേ, തൊട്ട് സുഖമാക്കണേ. കർത്താവ് നമ്മളെ എല്ലാവരെയും ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തീകരിച്ച് അനുഗ്രഹിക്കും. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സന്നിധിയിലെ നല്ല ധൂപവും നല്ല യാഗവുമായി തീരണമേ. ഇവിടെ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ സദാസമയം
ദൈവത്തിന്റെ സന്നിധിയിലെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഏത് ആപത്തിന്റെയും ഏത് പ്രയാസത്തിന്റെയും ഏത് കഷ്ടതയുടെയും മധ്യത്തില് അവനറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. അവൻ വിടുവിക്കുവാൻ മതിയായവന്. ഒരു നിമിഷം ഉള്ളം തുറന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, ചുറ്റുപാടുകളുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി അവനിലേക്ക് അർപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അച്ഛ, വളരെയധികം നന്ദി. വളരെ ചുരുങ്ങിയ സമയമാണെങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട കുറച്ച് നിമിഷങ്ങൾ ശരിക്കും ഡിവൈൻ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതിന്, പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്തതിന്, ഓർമ്മിപ്പിച്ചതിന്, സാക്ഷ്യത്തിലൂടെ ദൈവം അത്ര വലിയവനെന്ന് തിരിച്ചറിയുവാനായിട്ട് ഈ പ്രഭാതത്തെ ഞങ്ങൾ ഒരുക്കിയത് അച്ഛന യുൻസിക്കത്തിന്റെ പേരിൽ, ഈ കൂടി വന്ന എല്ലാവരുടെയും പേരിൽ 1000 നന്ദി. പ്രിയപ്പെട്ട ഏബല്, നിന്നോടും അടുത്തതായിട്ട് അബുദാബി മാർത്തോമാ യുൻസിക്കത്തിന്റെ 2021-22 വർഷത്തെ സെക്രട്ടറി പ്രിയപ്പെട്ട നോബിൾ സൈമൺ അനൗൺസ്മെന്റിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഈ നാളുകളിൽ അബുദാബി മാർത്തോമാ യുൻസിക്കം നമ്മുടെ ഇടയിൽ കോവിഡ് മൂലം ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേദനയിൽ ഒരുമിച്ച് പങ്കുചേരുകയാണ്. അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് ഈ നാളുകളിൽ ഈവനിങ് സമയങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനവും നമ്മുടെ ഇടവകയോട് ചേർന്ന് തന്നെ ഈ നാളുകളിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഈ നാളുകളിൽ ഉണ്ടെങ്കിൽ അബുദാബി മാർത്തോമാ യുൻസിക്കത്തിന്റെ ഭാരവാഹികളെയോ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയുടെ ഭാരവാഹികളെയോ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഈ സമയം ഓർപ്പിക്കുന്നു. അബുദാബി മാർത്തോമാ യുൻസിക്കത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2020 ജൂൺ മാസം 18-ാം തീയതി 5 മണിക്ക് അഭിവന്ദ്യ തോമസ് മാർ തീമത്യോസ് തിരുമേനി നിർവഹിക്കും. മലയാളികളെ ഹൃദയത്തോട് ചേർത്ത നോവലിസ്റ്റ് ശ്രീ ബെന്യാമിൻ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ജീവന്റെ ആഘോഷമെന്ന ചിന്താവിഷയത്തിൽ അധിഷ്ഠിതമായ പരിപാടികളും സൂം പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടും. ഈ ഒരു പ്രത്യേക പ്രവർത്തന ഉദ്ഘാടന മീറ്റിംഗിലേക്ക് എല്ലാ ഇടവജനങ്ങളെയും അതുപോലെ നമ്മുടെ അബുദാബി മാർത്തോമാ യുൻസിക്ക അംഗങ്ങളെയും എല്ലാവരെയും പ്രാർത്ഥനയോടെ നിങ്ങളെ എല്ലാവരെയും ആ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. പ്രത്യേകമായിട്ട് അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ എല്ലാവിധ പിന്തുണയും നൽകി തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യും. നന്ദി നോബിൾ. നമ്മുടെ സെഷന് ഇന്നത്തെ അവസാനിക്കുകയാണ്. ഒന്നുകൂടി അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്താനായിട്ട് അബുദാബി മാർത്തോമാ യുൻസിക്കത്തിന്റെ 2021-22 വർഷത്തെ ലേഡി സെക്രട്ടറി പ്രിയപ്പെട്ട സുജയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അബുദാബി മാർത്തോമാ യുവജന സഖ്യത്തിന്റെ ഫസ്റ്റ് ശാഖാ മീറ്റിംഗായി ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് ഏർന്നവരെ അവൻ രക്ഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സെക്ഷൻ ഇന്ന് ലീഡ് ചെയ്ത നമ്മുടെ ജിജു അച്ഛനാണ്. അബുദാബി മാർത്തോമാ യുവജന സഖ്യത്തിന്റെ പ്രസിഡന്റും നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്ത ജിജു അച്ഛന് ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി അബുദാബി മാർത്തോമാ യുവജന സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റെവറൻ അജിത് ഈപ്പൻ അച്ഛനാണ്. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിന് എല്ലാ നേതൃത്വങ്ങളും തന്ന, എല്ലാ കൈത്താങ്ങുകളും തന്ന അച്ഛന് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഓപ്പണിംഗ് പ്രെയർ ചെയ്ത അച്ഛൻ, ബൈബിൾ റീഡിംഗ് ചെയ്ത അഞ്ജു, ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഏറ്റെടുത്ത ടിനു കൊച്ചമ്മ, അഞ്ജലി മോൾ, രണ്ടുപേരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്ന നീതു കൊച്ചമ്മ, ഇന്ന് വന്നു കൂടിയ എല്ലാവരോടും, പല സംഘടനകളിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാരീഷ് മിഷൻ, സൺഡേ സ്കൂൾ, സേവിയ സംഘം, യൂത്ത് ഫോറം, കടന്നു വന്ന എല്ലാ സീനിയർ മെമ്പേഴ്സ്, എസ്പെഷ്യലി ഇന്ന് ഓർഗൻ വായിച്ച് നമ്മളെ സഹായിച്ച ഏബൽ,
കോമ്പറിങ് ചെയ്ത നമ്മുടെ അജിത് അച്ചായൻ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വലിയവനായ ദൈവം ഈ ദിനങ്ങളിൽ കൂടുതലായി നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ സെക്ഷൻ ഇന്ന് ഹൃദയഭാരത്തോടെ ആരൊക്കെ വന്നിരുന്നോ അവർക്കൊക്കെ ഇത് ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൂടുതലായി നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി സുജ. സുജ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് ഒരു ദിവ്യ ഔഷധമായിരുന്നു ഈ സെഷൻ. ഇപ്പോഴ് അബുദാബി മാർത്തോമ യൂണിസൈക്യത്തിന്റെ 2021-22 വർഷത്തെ ആദ്യത്തെ ശാഖ പ്രിയപ്പെട്ട നീതു കൊച്ചമ്മ പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്റെ ആശീർവാദത്തോടുകൂടി അവസാനം. കേൾക്കാമോ? കേൾക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഒരു വെള്ളിയാഴ്ച കർത്താവെ ഞങ്ങൾക്ക് യുവജനസഖ്യമായിട്ട് കൂടി വരുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചില്ല എങ്കിലും പലയിടങ്ങളിലായിട്ടിരുന്ന് കർത്താവെ നിന്നെ സ്തുതിപ്പാൻ, നിന്റെ വചനം കേൾപ്പാൻ, കർത്താവെ കുറച്ചു നേരം ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളെ കൂടി വന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെന്നും കൂടെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവ് കുറച്ചു നേരം തിരുസന്നിധിയിൽ വന്ന് ഇരുപ്പാൻ തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവമേ, ഞങ്ങളെ യുവജനസഖ്യത്തെ അവിടെ അനുഗ്രഹിക്കണമേ. ദൈവമേ, പുതിയൊരു വർഷം ദൈവമേ ആദ്യം ഞങ്ങൾക്ക് കർത്താവെ യുവജനസഖ്യമായിട്ട് കൂടി വരുവാൻ തന്ന ഒരു അവസരത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഈ ഒരു പുതിയ വർഷം ഞങ്ങളെ കർത്താവെ ഒരുമിച്ച് കർത്താവെ നിന്റെ വേല ചെയ്യുവാൻ തക്കോണം ദയാക്കണമേ. കർത്താവെ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയതായി ചുമതലയേറ്റിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത് ദൈവം ഏൽപ്പിച്ച ഒരു വേലയാണെന്ന് ഓർക്കുവാനും അത് ഭംഗിയായി ചെയ്യുവാനും അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അച്ഛന്മാർക്കായിട്ട് സ്തോത്രം. ദൈവമേ, അവരുടെ സൂക്ഷിയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളുടെ അടുത്ത ആഴ്ച കർത്താവെ പ്രവർത്തന ഉദ്ഘാടനമാണല്ലോ. ദൈവമേ, അന്ന് ദിവസത്തിൽ ദൈവമേ ദൈവത്തിന്റെ കൃപ കൂടുതലായിട്ട് ഉണ്ടായിരിക്കണമേ. കടന്നു വരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയ വർഷം ഞങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ പരിപാടിയിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഒന്നും ഞങ്ങളുടെ പേരിനോ പ്രശസ്തിക്കോ ഒന്നുമല്ല, എല്ലാം ദൈവത്തിലാണ് കർത്താവെ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നത്. നിന്നോട് ആലോചന കഴിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഓരോന്നും ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ ഇടയാക്കണമേ. അത് അനേകർക്ക് കർത്താവെ പ്രയോജനമായി തീരുവാൻ ഞങ്ങളുടെ യുവജന സഖ്യത്തിൽ കൂടെ അനേകര് കർത്താവിനെ കാണുവാൻ തക്കോണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ യുവജന സഖ്യത്തിൽ ഓരോരുത്തരെയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഈ ഒരു കാലഘട്ടത്തിൽ പലരും ദൈവമേ പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ദൈവമേ പലരും ദൈവമേ ഈ കൊറോണയുടെ ഒരു രോഗം കാരണം പലരും ഭാരപ്പെടുന്നുണ്ട്. കർത്താവെ അവരെയൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഓരോരുത്തരും കർത്താവെ പല പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. പലരുടെ ജോലി നഷ്ടപ്പെട്ടു, പലരും സാമ്പത്തികമായിട്ട് കർത്താവെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. കർത്താവെ ഇതിലൊക്കെ കർത്താവെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരമാണെന്ന് ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ തക്കോണ്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ ഈ യുവജന സഖ്യത്തിലെ ഞങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ദൈവത്തോട് കൂടുതൽ ആലോചന കഴിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ചുമതലക്കാരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയാൽ എല്ലാവരെയും അവിടുന്ന് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഇടവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇടവയിൽ അനേകർ കർത്താവെ ഈ കൊറോണ കാരണം ദൈവമേ പ്രയാസപ്പെടുന്നുണ്ട്. കർത്താവെ അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ. ദൈവമേ സ്വർഗത്തിന്റെ കിളിവാതിൽ അവിടുന്ന് അങ്ങ് തുറന്ന് ദൈവമേ ഓരോരുത്തരെ അവിടുന്ന് അങ്ങ് തൊട്ടങ്ങ് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളോട് പറയാൻ പറ്റാത്ത പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരും ദൈവമേ അവിടുത്തെ കൃപയാൽ എല്ലാവരും അവിടുന്ന് അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ദൈവമേ ഞങ്ങൾക്ക് വിവാഹിച്ചു തന്ന അച്ഛനായിട്ട് സ്തോത്രം. കൂടുതലായിട്ട് അവിടുന്ന് അങ്ങ് ബലപ്പെടുത്തണമേ. അവർ കുടുംബമായിട്ട് അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതൽ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച് നിന്റെ വേല പ്രദേശത്ത് നല്ല സൂക്ഷിച്ച് ചെയ്യുവാൻ തക്കോണം അച്ഛനെയും കുടുംബത്തെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കേണ്ട ഓരോ വിഷയങ്ങളും അവിടുത്തെ സന്ധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുതേ. അവിടുന്ന് ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് അവിടുന്ന് അങ്ങ് മറുപടി നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യോജന സഖ്യത്തെ വീണ്ടും ഒരിക്കൽ കൂടി തരുന്നു കർത്താവെ. കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. അനുഗ്രഹപ്രദമായ ഒരു പ്രവർത്തനം ചെയ്യുവാൻ തക്കോണം എല്ലാവരും അവിടുന്ന് അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളോടും ഈ പുതിയ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും എടുത്തുമാറാകട്ടെ. എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്.